ബാലസുബ്രഹ്മണ്യം ഒരു നല്ല സുഹൃത്താണ്. തികഞ്ഞ ഒരു കലാകാരനാണ്. കഥകളിയിൽ തൻ്റെ സാന്നിധ്യം നന്നായിട്ട് അറിയിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഞാനും നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു 15 വർഷങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. അത്യപൂർവമായൊരു ഡെഡിക്കേഷനാണ്. അല്ലെങ്കിൽ കലാകാരൻ ഒരു അർപ്പണാബോധം ഇല്ലാത്തവൻ മുന്നോട്ട് വരത്തില്ല. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെയാണ്. ഒരുപാട് വ്യക്തിപരമായ സുഖസൗകര്യങ്ങളും സ്വാർത്ഥമായ താല്പര്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഈ നൃത്തത്തിലായാലും സംഗീതത്തിലായാലും സിനിമയിലായാലും കഥകളിയിലായാലും ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. ഏത് പ്രായത്തിലും നമുക്ക് ഏത് കലയും അപ്ലൈ ചെയ്യാം, ഏത് കലയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ചിത്രം രചനയായാലും പാട്ടായാലും എല്ലാം. പക്ഷേ അതിനൊക്കെ നമുക്ക് ആരോഗ്യകരമായൊരു മനസ്സ് വേണം. ആ മനസ്സിൽ അത്തരം സ്വപ്നങ്ങളും വേണം. അവിടെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം ബാലസുബ്രഹ്മണ്യം ഒന്നാം സ്ഥാനത്താണ്. ബാലസുബ്രഹ്മണ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.